ശാസ്ത്രവും ശാസ്ത്രാവബോധവും ശാസ്ത്ര പ്രതിഭകളും ഉണ്ടാകാൻ വേണ്ടത് സാമൂഹിക ഐക്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ 37ാമത് ശാസ്ത്ര കോൺഗ്രസ് തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരള ശാസ്ത്ര പുരസ്കാരവും ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇത്തവണത്തെ കേരള ശാസ്ത്ര പുരസ്കാരത്തിന് ISRO മുൻ ചെയർമാൻ S. സോമനാഥ് അർഹനായി. മികച്ച ശാസ്ത്ര പ്രതിഭകൾ ഉണ്ടായാലും അവർ രാജ്യത്തിനു പുറത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ബ്രെയിൻ ഗെയിനാക്കി മാറ്റാനുള്ള ഇടപെടലാണ് സർക്കാർ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആധുനിക സങ്കേതങ്ങളോട് കൂടുതൽ അടുത്തിടപഴകാനും മികവുറ്റ ശാസ്ത്രജ്ഞരോടൊപ്പം പ്രവർത്തിക്കാനും കഴിയുന്നതുകൊണ്ടുകൂടിയാകാം അവർ അത്തരത്തിൽ പുറത്തേക്ക് പോകുന്നത്. ഇതിനെയാണ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലുള്ളവർ പോലും സ്യൂഡോ സയൻസ് പ്രചരിപ്പിക്കുന്നത് രാജ്യത്ത് നിത്യസംഭവമായി. ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ഇപ്പോൾ നടക്കുന്നില്ല. രാജ്യം മുന്നോട്ടാണോ പിന്നോട്ടാണോ പോകുന്നതെന്ന് പരിശോധിക്കേണ്ടതാണ്. ആർട്ടിക്കിൾ 51 പ്രതിപാദിക്കുന്ന പോലെ സയന്റിഫിക് ടെമ്പർ പ്രചരിപ്പിക്കുന്ന ഒന്നായിരിക്കണം കേരള ശാസ്ത്ര കോൺഗ്രസ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ വെച്ച് കേരള ശാസ്ത്ര പുരസ്കാരവും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ISRO മുൻ ചെയർമാൻ S. സോമനാഥനാണ് ഇത്തവണത്തെ കേരള ശാസ്ത്ര പുരസ്കാരം. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികസനത്തിനും പുരോഗതിക്കും നിസ്തുലമായ സംഭാവനകൾ നൽകിയ കേരളത്തിൽ നിന്നുള്ള വ്യക്തികളെ അംഗീകരിക്കുന്നതിനും ആദരിക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലുമായി ചേർന്ന് വർഷം തോറും നൽകുന്ന വിശിഷ്ട അവാർഡാണ് ശാസ്ത്ര പുരസ്കാരം. 2023 ശാസ്ത്ര പുരസ്കാരത്തിന് ISRO മുൻ ചെയർമാൻ ഡോക്ടർ S. സോമനാഥിനെ തിരഞ്ഞെടുത്ത വിവരം സന്തോഷത്തോടെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരസ്പര പൂരക സ്വഭാവത്തോടെ പ്രവർത്തിക്കാൻ ശാസ്ത്ര സ്ഥാപനങ്ങളും ഗവേഷകരും ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. പ്രൊഫസർ KP സുധീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രി K. രാജൻ മുഖ്യാതിഥിയായിരുന്നു. കൈരളി ന്യൂസ്, തൃശൂർ.